ഒരു ദിവസം കൊണ്ട് ഒരു മാന്ത്രിക വടി വീശി കേരളത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ ഒരു ഭരണാധികാരിക്കും സാധിക്കില്ല. ബദൽ പദ്ധതികളുണ്ട്, പക്ഷെ അത് ഘട്ടം ഘട്ടമായി മാത്രമേ കേരളം പോലൊരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമ്പോൾ 10 വർഷം ഭരിച്ച ഒരു സർക്കാരിൽ മാറുമ്പോൾ, ഭരണമാറ്റം ഉണ്ടാവുമ്പോൾ കേരളം എവിടെയാണ് നിൽക്കുന്നത്, എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെന്ന് തീർച്ചയായും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഭരണാധികാരിക്കുണ്ട്. ഒരിക്കൽ വിമർശിച്ചു എന്നതിന്റെ പേരിൽ എല്ലാവരെയും ശത്രുപക്ഷത്ത് നിർത്തി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരു ഭരണകൂടത്തിന് സാധിക്കില്ല. പക്ഷേ അപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ വിമർശനങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ ഞാൻ കാണുകയാണ്. അത് ഭരിക്കുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും എല്ലാം എല്ലാവർക്കും ഒരു മെസ്സേജ് തന്നെയാണ്. നമ്മൾ ഭരണപരമായും ചേർന്ന് നിൽക്കേണ്ടടുത്ത് ചേർന്ന് നിൽക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതും ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ് യു ഡി എഫിന് ഒരു മുഖവും മാത്രമല്ല, ഒരുപാട് മുഖങ്ങൾ കൂടിച്ചേർന്ന ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവുമാണ് ഇന്ന് യു ഡി എഫിനുള്ളത്. ചാണ്ടി ഉമ്മൻ, വി.ടി. ബൽറാം, അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട ഒരുപാട് പേരുകൾ യു ഡി എഫിലുണ്ട്. അത് യു ഡി എഫിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഒരുപാട് പോസിറ്റീവായി ജനങ്ങളുമായി ഇടപെടാൻ കഴിയുന്ന, ജനസമ്മതിയുള്ള ഒരുപാട് നേതാക്കൾ കൂടിച്ചേർന്ന ഒന്നാണ് യു ഡി എഫ്. അതുകൊണ്ട് സ്വാഭാവികമായും പല പേരുകളും പരിഗണിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പല ഘടകങ്ങളും അതിൽ മാനദണ്ഡമായി വരും. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങളും, മറുവശത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ സംസാരിക്കുന്ന കാര്യങ്ങളുമാണ്. നമുക്കറിയാം, വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി പഠിച്ച് ഉദാഹരണം സഹിതമാണ് സഭയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും അത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതേ രീതി തന്നെയാണ് ഇപ്പോൾ സഭയിലകത്തും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം അതേ രീതി തന്നെയാണ് പിന്തുടരുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനിൽ നിന്ന് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനെ ഓടുള്ള ഇഷ്ടവും വിശ്വാസവും കൂടിയെന്ന് പറയാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയായി ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. എല്ലാ തരം ആളുകളിലേക്കും, അത് ജെൻ ആൽഫി ആണെങ്കിലും ജെൻസികളാണെങ്കിലും സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും മനസ്സിലാകുന്ന തരത്തിൽ വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, ആ കമ്മ്യൂണിക്കേഷനിൽ തന്നെ വളരെ ആധികാരികമായി താൻ പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച്, അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ദീർഘമായ പഠനങ്ങൾ, അതിൽ ഒരു മടിയും കൂടാതെ അതിൻ്റെ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായൊരു നിലപാടെടുത്ത് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി.ഡി. സതീശൻ. പലപ്പോഴും അദ്ദേഹം വളരെ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്നത് നമ്മൾ കാണാറില്ല. ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് മുനമ്പം വിഷയമാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും, സെൻസേഷണലായ പല വിഷയങ്ങളിലും അദ്ദേഹം എടുത്ത നിലപാടുകൾക്ക് കൃത്യമായ ഡേറ്റകളുടെയും ആധികാരികതയുടെയും പിൻബലമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അടിമുടി നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേറ്ററാണ്. ഇപ്പോ പറഞ്ഞതുപോലെ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു വിഭാഗം ഇന്നും പറയുന്നത് 2 വർഷം കഴിഞ്ഞാൽ, അധികാരത്തിൽ എത്തിയതേ ഉള്ളൂ, ഇത് ആദ്യത്തെ ഒരു ആവേശമാണ്, 2 വർഷം കഴിഞ്ഞാൽ പിണറായി വിജയൻ എങ്ങനെയായിരുന്നു അതേ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് വി.ഡി. സതീശൻ എത്തുമെന്ന് ഒരു വിഭാഗം ഉറച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യം അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയതിന്റെ ആദ്യ ഘട്ടമായതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അത് സത്യമായിരിക്കുമോ? 2 വർഷം കഴിയുമ്പോൾ മറ്റൊരു പിണറായി വിജയനെ ആയിരിക്കുമോ വി.ഡി. സതീശനിലൂടെ കേരളം കാണാൻ പോകുന്നത്? ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഒരാളുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തെ എപ്പോഴും അയാളിൽ തന്നെ നിലനിൽക്കും. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എന്തായിരുന്നു, അത് തന്നെയാണ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൽ പ്രകടമായത്. അതുപോലെ തന്നെ വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ 25 വർഷമായി കേരളത്തിൽ MLA ആയി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന ഒരാളാണ്. ആ ഘട്ടങ്ങളിലെല്ലാം വ്യക്തിപരമായും രാഷ്ട്രീയപരമായും വി.ഡി. സതീശൻ ഉയർത്തിപ്പോകുന്ന ചില നിലപാടുകൾ, ചില വ്യക്തിപരമായ ക്വാളിറ്റികൾ, അത് എല്ലാ കാലഘട്ടത്തും അദ്ദേഹത്തിൽ ഉണ്ടാകും എന്നതാണ് ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി ആകുമ്പോൾ തെളിയിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയായി ഉടനെ അനൗൺസ് ചെയ്യപ്പെട്ട ഉടനെ അദ്ദേഹം ചില സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്. അത് ഒരു വ്യത്യാസവും ഇല്ലാതെ കൊടുക്കുന്ന ഒരു സന്ദേശം, എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയവരെ അല്ലെങ്കിൽ എന്നെ നിശിതമായി വിമർശിച്ചവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വിശാലമായ ജനാധിപത്യ ബോധ്യം തന്നിലുണ്ടെന്ന ആദ്യത്തെ സൂചനകൾ തന്നെയാണ് വി.ഡി. സതീശൻ രാഷ്ട്രീയ കേരളത്തോട് പറഞ്ഞു വെച്ചത്. ഇപ്പൊ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് UDF ആണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ സാമ്പത്തികമായി കേരളം വളരെ പിന്നോക്കമാണ്, അല്ലെങ്കിൽ കടത്തിന്മേൽ കടമാണ്, ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായ ബദൽ പദ്ധതികൾ ഉണ്ട് എന്നാണ് പ്രതിപക്ഷത്തിരുന്നപ്പോ വി.ഡി. സതീശൻ പറഞ്ഞത്. എന്നാൽ അധികാരത്തിലേക്ക് വരുമ്പോൾ, മുഖ്യമന്ത്രിയായി വരുമ്പോൾ ധവളപത്രം കേരളത്തിൽ അല്ലെങ്കിൽ സഭയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ കേരളത്തോട് ആവർത്തിച്ച് പറയുന്നുണ്ട് സാമ്പത്തികമായി നമ്മൾ വലിയ പിരിമുറുക്കത്തിലാണ്. അപ്പോൾ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. ബദൽ പദ്ധതികൾ ഉണ്ട് എന്ന് പറഞ്ഞ അധികാരത്തിൽ വരുന്നു, ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നു. എന്താണ്
നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ പറ്റി അല്ലെങ്കിൽ അതൊക്കെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയാണോ ഇത്തരമൊരു ധവളപത്രം സഭയിൽ വെച്ചതെന്നൊരു ചോദ്യം സാധാരണക്കാർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായിരിക്കും? അല്ല, അതല്ല, തീർച്ചയായിട്ടും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ദിവസം കൊണ്ട് ഒരു മാന്ത്രിക വടി വീശി കേരളത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ ഒരു ഭരണാധികാരിക്കും സാധിക്കില്ല. ബദൽ പദ്ധതികളുണ്ട്, പക്ഷെ അത് ഘട്ടം ഘട്ടമായി മാത്രമേ കേരളം പോലൊരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമ്പോൾ 10 വർഷം ഭരിച്ച ഒരു സർക്കാരിൽ മാറുമ്പോൾ, ഭരണമാറ്റം ഉണ്ടാവുമ്പോൾ കേരളം എവിടെയാണ് നിൽക്കുന്നത്, എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെന്ന് തീർച്ചയായും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഭരണാധികാരിക്കുണ്ട്. അപ്പോഴാണ് അതിൽ നിന്നൊരു മുന്നോട്ട് പോക്കുണ്ടാവുമ്പോൾ തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ധവളപത്രത്തെ നമ്മൾ പോസിറ്റീവായി തന്നെ കാണണം. അത് മറ്റു സർക്കാരുകളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മോശപ്പെടുത്തി കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല. ജനങ്ങൾക്ക് കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ബോധ്യം ജനങ്ങൾക്കിലേക്ക് നൽകുന്നത് കൃത്യമായൊരു മെസ്സേജ് തന്നെയാണ്. അതൊരു പോസിറ്റീവായ തുടക്കത്തിന്റെ ആദ്യപടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോ മന്ത്രിമാർ അല്ലെങ്കിൽ ആരാണ് ഏറ്റവും ജനകീയനായ മന്ത്രിയായി മാറുക എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട പേര്, ഒന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, 2 ഓപ്പറേഷൻ തൂഫാനുമായി കേരളത്തിന്റെ കയ്യടി നേടിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, 10 വർഷം കൊണ്ട് ഭരിച്ച് തകർന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച് പരാജയപ്പെട്ട ആരോഗ്യ വകുപ്പ് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ കെ മുരളീധരൻ. ഇവർ 3 പേരും മത്സരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും നല്ല മന്ത്രിയാകാൻ അല്ലെങ്കിൽ ഏറ്റവും ജനകീയനാകാൻ. കാര്യം അത്തരത്തിൽ തന്നെയാണ് 3 പേരുടെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ മറുവശത്ത് ബിന്ദു കൃഷ്ണയെ പോലുള്ളവർ വെള്ളാപ്പള്ളി നടേശനെ കാണുകയും യൂത്ത് കോൺഗ്രസ് അടക്കം വിമർശിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ, മറുവശത്ത് നമുക്കറിയാം 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത്രത്തോളം മന്ത്രിയായി ഇരുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. അതേ അവസ്ഥയാണ് ഈ സർക്കാരിലും നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപ് മന്ത്രിയായ ആളുകൾ വളരെ കുറവാണ്, പുതിയ പുതുമുഖങ്ങളാണ്. അപ്പൊ ബിന്ദു കൃഷ്ണയെ പോലുള്ള ആളുകൾ പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലേക്ക് കൊണ്ടെത്തി അല്ലെങ്കിൽ വീണ്ടും പ്രതിസന്ധിയിലാക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ മന്ത്രിമാരെയും ഈ സർക്കാരിന്റെ മന്ത്രിസഭയും നമുക്ക് ഒരു രീതിയിലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഈ UDF മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ്. അതിൽ OJ ജനീഷിനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ചെറുപ്പക്കാരന്റെ പരിഗണനയുണ്ട്. അതുപോലെ തന്നെ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനെയും പോലെ ഏറ്റവും സീനിയർ ആളുകളുടെ. അപ്പോൾ ഇതൊരു കോമ്പിനേഷനാണ്. നമ്മൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ ടീം UDF പോലെ ഒരു ടീമാണ് UDF കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന മന്ത്രിസഭ. അതിലെല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതിൽ കൃത്യമായ സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്ന തരത്തിലുള്ള നിയമനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റെപ്രസെന്റേഷൻ നൽകിക്കൊണ്ടാണ് ഈ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. അതിൽ ബിന്ദു കൃഷ്ണയെ പോലുള്ള ആളുകളെ നമ്മൾ വിലയിരുത്താൻ സമയമായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബിന്ദു കൃഷ്ണയെ പോലുള്ള ആളുകൾ വന്ന് 1 മാസം പോലും മന്ത്രിസഭ തികയുന്നതിന് മുൻപുണ്ടാകുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ അവരെ പാടെ തള്ളിക്കളയാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള വിമർശനങ്ങളിലേക്ക് പോകാൻ സമയമായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാടെ തള്ളിക്കളയുകയല്ല, യൂത്ത് കോൺഗ്രസ് പോലും വെള്ളാപ്പള്ളിയെ കണ്ടത് ശരിയായില്ല എന്ന് പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചില്ലേ കാര്യങ്ങൾ? അല്ല, അത് ബിന്ദു കൃഷ്ണയെ പോലുള്ള ഒരാളിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ UDF-ഉമായിട്ടുണ്ടായ പല അഭിപ്രായ വ്യത്യാസങ്ങളിലും അണികൾ വലിയ അതൃപ്തിയിലാണുള്ളത്. പക്ഷെ ഒരു മന്ത്രി എന്ന രീതിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഇനി പല ഘട്ടങ്ങളിലും UDF-നെ വിമർശിച്ച സാമുദായിക നേതാക്കന്മാരുമായി മറ്റ് സംഘടനാ നേതാക്കന്മാരുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അവർക്ക് വിധേയപ്പെടുകയോ അടിമപ്പെടുകയോ അല്ല. എന്നാലും പോസിറ്റീവായി കേരളത്തിന്റെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകളെയും കേട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമീപനം ഉണ്ടാകും. ഒരിക്കൽ വിമർശിച്ചു എന്നതിന്റെ പേരിൽ എല്ലാവരെയും ശത്രുപക്ഷത്ത് നിർത്തി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരു ഭരണകൂടത്തിന് സാധിക്കില്ല. പക്ഷേ അപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ വിമർശനങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ ഞാൻ കാണുകയാണ്. അത് ഭരിക്കുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം എല്ലാവർക്കും ഒരു മെസ്സേജ് തന്നെയാണ്. നമ്മൾ ഭരണപരമായും ചേർന്ന് നിൽക്കേണ്ടടുത്ത് ചേർന്ന് നിൽക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ OJ ജനീഷ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് വന്നത്. അതിൻ്റെ അകത്ത് വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും മറുവശത്ത് മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച നടന്നപ്പോൾ കേരളത്തിലെ ഒരു 90% ആളുകളും വി.ഡി. സതീശന്റെ പേര് പറഞ്ഞതുപോലെ 90% ആളുകൾ ആഗ്രഹിച്ച ഒരു പേരായിരുന്നു മന്ത്രിസഭയിൽ ചാണ്ടി ഉമ്മൻ വേണമെന്നുള്ളത്. പക്ഷെ ചാണ്ടി എവിടെയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയോ പാർട്ടിക്ക് മോശമാകുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റും ചാണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം നൽകാത്തതിൽ ഇന്നും അതൃപ്തി അറിയിക്കുന്ന ഒരു സാധാരണക്കാരെ, ഞാൻ പാർട്ടി പ്രവർത്തകരല്ല പറയുന്നത്, സാധാരണക്കാരായ ജനങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും ചാണ്ടിയെ പരിഗണിക്കേണ്ടതായിരുന്നില്ലേ ഈ മന്ത്രിസഭയിൽ? അല്ല, പരിഗണിക്കപ്പെടേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ UDF-ലുണ്ട്. അതാണ് UDF-ന്റെ പ്രത്യേകത. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ്
മെമ്പർഷിപ്പാണ് UDF ഒരു മുഖം മാത്രമല്ല, ഒരുപാട് മുഖങ്ങൾ കൂടിച്ചേർന്ന ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവുമാണ് UDF ചാണ്ടി ഉമ്മൻ, VT ബൽറാം, അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട ഒരുപാട് പേരുകൾ UDF അത് UDF ഒരു ക്വാളിറ്റിയാണ്. ഒരുപാട് പോസിറ്റീവായി ജനങ്ങളുമായി ഇടപെടാൻ കഴിയുന്ന ജനസമ്മതിയുള്ള ഒരുപാട് നേതാക്കൾ കൂടിച്ചേർന്ന ഒന്നാണ് UDF. അതുകൊണ്ട് സ്വാഭാവികമായും പല പേരുകളും പരിഗണിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പല ഘടകങ്ങളും അതിൽ മാനദണ്ഡമായി വരും. അതിൽ നമ്മൾ സ്ത്രീ പ്രാതിനിധ്യം നോക്കും, അല്ലെങ്കിൽ മറ്റ് പല പ്രാതിനിധ്യങ്ങളും അതിൽ നോക്കുമ്പോൾ പല ആളുകളും ഒഴിവാക്കപ്പെടേണ്ടി വരും. പക്ഷെ ഒഴിവാക്കപ്പെടേണ്ട ആളുകൾക്ക് കാലം വലിയ അവസരങ്ങൾ നൽകും എന്നത് VD സതീശനിലൂടെ തെളിയിക്കുകയും ചെയ്തു UDF. അതുകൊണ്ട് ചാണ്ടി ഉമ്മനെ പോലുള്ള ആളുകൾക്ക് വലിയ പരിഗണനകൾ വരും കാലങ്ങളിൽ പാർട്ടി നൽകും എന്നത് വലിയ ഉറപ്പാണ്.